ഹലോ ഗായ്സ്, വെൽക്കം ടു ലൈഫ് ഓവർ ബേസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ഇട്ട് വന്നിരിക്കുന്നത്. നാളെ മിസ്സിൻ്റെ മാരേജാണ്. ഞങ്ങൾ ഫ്രണ്ട് വീട്ടിൽ പോയി. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ബസ്സിൽ കയറി അങ്ങനെ ഈസ്റ്റ് ഫോർട്ട് എത്തി. പിന്നെ അവിടെ നിന്ന് നേരെ സെൻട്രലിലെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. പ്ലാറ്റ്ഫോം നമ്പർ 2 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂനെ എക്സ്പ്രസ്സിലാണ് പോയത്. അങ്ങനെ അത് ആക്സിലറേറ്റർ വഴി ഞങ്ങൾ കയറി ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം പൂനെ എക്സ്പ്രസ് വരാൻ ടൈമായിട്ടില്ല. അപ്പം ഇന്ന് താമസിക്കും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് വന്നതിന് ശേഷം അവിടെയും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ രീതിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ ശേഷം ട്രെയിനിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഭയങ്കര ലാഗായിരുന്നു ട്രെയിൻ. അതായത് ഞങ്ങൾക്ക് ചാലക്കുടിയായിരുന്നു പോവേണ്ടത്. അപ്പോൾ ഭയങ്കരമായിട്ട് ലാഗായിപ്പോയി. അതിന് ശേഷം ഞങ്ങൾ വെയിറ്റ് ചെയ്ത അവസാനം ഫൈനലി ട്രെയിൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ സീറ്റൊന്നും ഇല്ലായിരുന്നു താഴെ. അങ്ങനെ ഞങ്ങൾ മുകളിൽ കയറി ഇരിപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പുറത്തെ ഓപ്പോസിറ്റായിരുന്നു അവളിരുന്നത്. ഇപ്പുറത്തെ സൈഡ് ഞാനും ഇരുന്നു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ചാലക്കുടി എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം ബദ്രയുടെ അനിയത്തിയാണ് വിളിക്കാൻ വന്നത്. അത് കഴിഞ്ഞ് ഞാനും ബദ്രയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിരുന്നു ബസ് സ്റ്റോപ്പ്. അങ്ങനെ ബസ്സൊക്കെ കയറി ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ബസ് കയറി. അങ്ങനെ ചാലക്കുടി അതായത് മെയിൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ഫാൻസി കടയിൽ കയറി. അതായത് കുറച്ച് സാധനങ്ങളൊക്കെ അവർക്കൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ കയറി. പിന്നെ ഞാൻ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള കാഴ്ചയാണ് കേസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ബസ്സിന് റീത്തൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ബസ്സിൽ കയറി ഇരിപ്പുണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാൻ. ഇത് അവളുടെ അനിയത്തി ഇരിപ്പുണ്ട് ബദ്രയുടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഏരിയയൊക്കെ നല്ല രസമുണ്ട്. ഫോറസ്റ്റ് ഏരിയ പോലെ ഉണ്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിറയെ റംബൂട്ടാനൊക്കെ ഈ വലയൊക്കെ ഇട്ടിരിക്കുന്ന റംബൂട്ടാൻ കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊന്നും വലയിട്ട് വയ്ക്കത്തില്ല. അങ്ങനെ വെറൈറ്റി ഇതാണ് അവളുടെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ. അതായത് ഞങ്ങൾ വീട്ടിൽ അവളുടെ അമ്മയും അവളുടെ അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നു വീടെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അവിടുത്തെ വ്യൂസൊന്നും എടുക്കാൻ പറ്റില്ല. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പം ബൈ.